ഭൂമിയിലെ ജീവന്റെ ഉത്ഭവം സമുദ്രങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. വ്യത്യസ്തമാർന്ന ജീവജാലങ്ങളുടെ ഒരു കലവറയാണ് സമുദ്രം. അതിലെ ഓരോ ജീവികൾക്കും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുമുണ്ട്. സമുദ്രജീവികളിൽ മത്സ്യങ്ങളുടെ പങ്ക് വലുതാണ്. ഓരോ മത്സ്യങ്ങൾക്കും ഓരോ പ്രത്യേകതയുമുണ്ട്. അത്തരത്തിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു മത്സ്യമാണ് സാമൻ. മറ്റ് മത്സ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജീവിത രീതിയാണ് സാമൺ മത്സ്യത്തിൻ്റേത്. പുഴയിലൂടെയും കടലിലൂടെയും യാത്ര ചെയ്യുന്ന ഒരു ദേശാടന സ്വഭാവമുള്ള മത്സ്യങ്ങളാണിവ. സാമൺ സ്പീഷീസുകളിൽ 7 ഇനം പസഫിക് സാമണുകളും 1 ഇനം അറ്റ്ലാന്റിക് സാമണും ഉൾപ്പെടുന്നു. പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ പോഷക നദികളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയിലെ ഭൂരിഭാഗം സ്പീഷീസുകളും അനഡ്രോമസ് ആണ്, അതായത് സമുദ്രങ്ങളിൽ നിന്നും അവ ജനിച്ച അതേ നദിയിലേക്ക് പ്രജനനത്തിനായി ദേശാടനം നടത്തുന്ന മത്സ്യങ്ങൾ. പസഫിക് സാൽമൺ സ്പീഷീസായ ചിനൂക്കാണ് ഏറ്റവും വലിയ സാൽമൺ സ്പീഷീസ്. ഏകദേശം 1.5 മീറ്ററോളം നീളമുണ്ട് ഇവയ്ക്ക്. ഏറ്റവും ചെറിയ സ്പീഷീസാണ് പിങ്ക് സാമൺ. അവയ്ക്ക് 30 ഇഞ്ച് മാത്രമേ വലിപ്പം വയ്ക്കുകയുള്ളൂ. വളരെ വ്യത്യസ്തമാർന്ന ജീവിതചക്രമാണ് സാമൺ മത്സ്യത്തിൻ്റേത്. കഠിനമായ ദേശാടനത്തിന് പേര് കേട്ട മത്സ്യങ്ങളാണിവ. സാമൺ മത്സ്യങ്ങൾ ശുദ്ധജല അരുവികളിലാണ് ജന്മമെടുക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം അവ അവിടെ ജീവിക്കുന്നു. പിന്നീട് അവ സമുദ്രങ്ങളിലേക്ക് കുടിയേറുന്നു. ശുദ്ധജലത്തിലും സമുദ്രജലത്തിലും ജീവിക്കാൻ കഴിയുന്ന അപൂർവ മത്സ്യങ്ങളിലൊന്നാണിവ. 100 കണക്കിന് മൈലുകൾ താണ്ടി പല പ്രതിസന്ധികളും തരണം ചെയ്ത് അവ സമുദ്രത്തിലെത്തിച്ചേരുന്നു. ഈ കാലയളവിൽ ഇവ സമുദ്രത്തിന് അനുയോജ്യമായ ശരീരഘടന കൈവരിച്ചിട്ടുണ്ടാകും. അവയുടെ ജീവിതത്തിലുടനീളം അവയുടെ ശരീരത്തിന് മാറ്റമുണ്ടാകുന്നു. ശുദ്ധജലത്തിലായിരിക്കുമ്പോൾ അറ്റ്ലാന്റിക് സാമണുകൾ തവിട്ട് നിറമുള്ളതും പുള്ളികളോടും കൂടിയതാണ്. സമുദ്രത്തിലേക്ക് കുടിയേറുമ്പോൾ അവ വെള്ള നിറമുള്ളതാകുന്നു. ഇങ്ങനെ ഓരോ സാമൺ സ്പീഷീസുകൾക്കും പരിവർത്തനം സംഭവിക്കാറുണ്ട്. പ്രായപൂർത്തിയായ സാമൺ സാധാരണയായി 1 മുതൽ 5 വർഷം വരെ സമുദ്രത്തിൽ ചിലവഴിക്കുന്നു. പിന്നീടവ പ്രജനനത്തിനായി അവയുടെ ജന്മനദിയിലേക്ക് യാത്ര തിരിക്കുന്നു. ഏത് നദിയിൽ നിന്നാണോ അവർ കടലിലേക്ക് കുടിയേറിയത് ആ നദിയിലേക്ക് തന്നെയുള്ള അവരുടെ മടക്കയാത്ര. ഒഴുക്കിനെതിരെ നീന്തുന്നതിനും വെള്ളച്ചാട്ടങ്ങളെ തരണം ചെയ്യുന്നതിനുമെല്ലാം പ്രത്യേക കഴിവുണ്ട് ഇവയ്ക്ക്. സമുദ്രങ്ങളിലേക്ക് പതിക്കുന്ന ആയിരക്കണക്കിന് പോഷക നദികളിൽ താൻ ജനിച്ച നദി വർഷങ്ങൾക്ക് ശേഷവും തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. ജനിച്ച നദിയുടെ ഗന്ധമോർത്ത് വെച്ച് ആ നദി ഇവ തിരിച്ചറിയുന്നു. യാത്ര പൂർത്തിയാക്കി ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ അവ അതേ നദിയിൽ തന്നെ മുട്ടകളിടുന്നു. സുരക്ഷിതമായ മുട്ടകൾ നിക്ഷേപിച്ച് ദൗത്യം പൂർത്തിയാക്കിയ സാമൺ മത്സ്യങ്ങൾ അതേ നദിയിൽ തന്നെ മരണമടയുന്നു. പസഫിക് സാമണുകൾ മുട്ടയിട്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മരിക്കുന്നു. എന്നാൽ 10 മുതൽ 40% വരെയുള്ള ഫീമെയിൽ അറ്റ്ലാന്റിക് സാമണുകൾ അതിജീവിച്ച് കടലിലേക്ക് മടങ്ങുന്നു. അമേരിക്കയിൽ ഏറ്റവും പ്രചാരമുള്ള മത്സ്യങ്ങളിലൊന്നാണ് സാമണുകൾ. അറ്റ്ലാന്റിക് സാമണുകൾ ഒരു കാലത്ത് US-ലും കാനഡയിലും നോർത്ത് അറ്റ്ലാന്റിക് തീരത്തുമെല്ലാം സമൃദ്ധമായിരുന്നു. എന്നാൽ അമിതമായ മത്സ്യബന്ധനവും ആവാസ വ്യവസ്ഥയുടെ നാശവും അവയുടെ എണ്ണം ഗണ്യമായി കുറച്ചു. ഇന്നവിടെ വിരലെണ്ണാവുന്ന നദികളിൽ മാത്രമേ അറ്റ്ലാന്റിക് സാമണുകളെ കാണപ്പെടുന്നുള്ളൂ. പസഫിക് സാമൺ സ്പീഷീസുകൾ വെസ്റ്റേൺ US-ലും കനേഡിയൻ പസഫിക് നോർത്ത് വെസ്റ്റിലും ജപ്പാനിലും കാണപ്പെടുന്നു. സാമണിൻ്റെ മാംസത്തിന് ഒരു ഓറഞ്ച് നിറമാണുള്ളത്. കെരോറ്റിനോയിഡ്സ് എന്നറിയപ്പെടുന്ന ഓർഗാനിക് പിഗ്മെൻറ്റ്സുകളുടെ അളവാണ് ഈ നിറത്തിൻ്റെ കാരണം. ചിലയിനം സാമണുകളെ കീസ്റ്റോൺ സ്പീഷീസുകളായി കണക്കാക്കുന്നു. അവ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. മുട്ടയിടുന്നതിനും കുഞ്ഞുങ്ങൾ വളരുന്നതിനും അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക എന്നത് സാമണുകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കൃത്രിമ അണക്കെട്ടുകൾ, അമിതമായ മത്സ്യബന്ധനം, മലിനീകരണം എന്നിവ അറ്റ്ലാന്റിക് സാമണിൻ്റെ വലിയ കുറവിന് കാരണമായി. US-ൽ അറ്റ്ലാന്റിക് സാമണുകൾ വംശനാശ ഭീഷണി നേരിടുന്നതായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതകരമായ ജീവിത രീതിയും യാത്രയുമാണ് സാമൺ മത്സ്യത്തെ വ്യത്യസ്തമാക്കുന്നത്. പല സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളുമുള്ള നിരവധി ജീവികൾ നമ്മുടെ സമുദ്രത്തിൽ വളരുന്നുണ്ട്.